ഇന്നൊരു മൂവിക്ക് പോകട്ടോ. ഡ്രസ്സ് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ ഏതാണെന്ന്? എമ്പുരാന്റെ ഡ്രസ് കോഡ് തന്നെ ബ്ലാക്ക് കളർ. ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം തുടങ്ങാം. മോയ്സ്ചറൈസിംഗ് ക്രീം അല്ല കേട്ടോ, ഇത് ബേബി ക്രീമാണ് ഞങ്ങൾ യൂസ് ചെയ്യാറ്. പക്ഷെ ഞാനെടുത്തു, കുറച്ച് അനിയത്തിക്ക് കൊടുത്തു. രണ്ടാളും നന്നായിട്ട് മുഖത്ത് തേച്ച് പുരട്ടി. അതിനുശേഷം ഹിമാലയന്റെ ലിപ് ബാം എടുത്ത് രണ്ടാളും ലിപ്സിൽ നന്നായിട്ട് തേച്ച് കൊടുത്തു. എന്റെ സ്കിന്നിൽ അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ട് ഒരു വലിയ താജ്മഹൽ തന്നെ അവിടെ പണിതുയർത്തണം. അവളെ സ്കിന്ന് നല്ല ക്ലിയർ ആയതുകൊണ്ട് അവൾ പതുക്കെ മാറ്റി നിർത്തി ഞാൻ കളർ ബാറിന്റെ പാലറ്റ് എടുത്തിട്ട് കളർ കറക്ഷൻ തുടങ്ങിട്ടോ. പിന്നെ സൂഡിയോന്ന് വാങ്ങിച്ച പുതിയ ന്യൂ ലിപ്സ്റ്റിക് ആട്ടോ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഡാർക്ക് കളർ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കൊടുക്കും. വേറെ ഒന്നും ഇടാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവൾക്ക് ലിപ്സ്റ്റിക് ഇടാൻ കൊടുക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ആഭ്യന്തര യുദ്ധം തന്നെ നടക്കും. അവൾക്ക് പിന്നെ ലിപ്സ്റ്റിക് മാത്രം ഇട്ടാൽ മതിയല്ലോ, അപ്പൊ തന്നെ ഐശ്വര്യം വന്നോളും. എന്റെ പൊട്ടിയുടെ ഇതുവരെ അവസാനിച്ചിട്ടില്ല കേട്ടോ. ഒരു ഹൈലൈറ്ററും കൂടെ ഇടാന്ന് വിചാരിച്ചു. ലാക്മേയുടെ ലൂമിലൈറ്റ് ക്രീമും കുറച്ച് ലിപ്സ്റ്റിക്കും കൂടെ ആഡ് ചെയ്തിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. ബ്ലഷും ഹൈലൈറ്ററും കൂടെ ഒരുമിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. രണ്ട് ചീക്സിലും പിന്നെ ടീസോൺസിലും ഒക്കെ ഞാൻ ഇട്ട് കൊടുത്തോട്ടോ, അങ്ങോട്ട് തിളങ്ങട്ടെന്നേ. അങ്ങനെ എന്റെ പൊട്ടിയുടെ അവിടെ അവസാനിച്ചിരിക്കുന്നു. പിന്നെ എന്റെ അനിയത്തിന്റെ കമ്മലിടൽ ചടങ്ങാണ് നടക്കുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസിന്റെ കില്ലാടി ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ ടെക്നിക്സും അവർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. പിന്നെ അവസാനം വിശ്രമിച്ചിരിക്കുന്ന ഹെയറും കൂടെ അങ്ങോട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം ഞങ്ങളെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അങ്ങനെ എമ്പുരാൻ ആരൊക്കെ കണ്ടതെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാവരും ബ്ലാക്ക് ഡ്രസ് ഒക്കെ ഇട്ടിട്ടാണോ പോയത്? ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് പോകുന്നതിന് മുമ്പ്. പോയതിന് ശേഷം ഉള്ള കാര്യം കുഴപ്പമില്ല. നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, ബൈ.